കേരള പ്രൈം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു തിയേറ്ററിലാണ്. തിയേറ്റർ എന്ന് കേൾക്കുമ്പം എന്താണ് ഒരു വലിയ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഈ തിയേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ സിനിമ റിലീസാവില്ല, സിനിമ കാണിക്കുകയില്ല. പിന്നെന്തിനാ തിയേറ്റർ എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ ഈ തിയേറ്റർ ഒരു സ്കൂളിലാണ്. സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യത്തിനായിട്ട് നിർമ്മിച്ച ഒരു തിയേറ്ററാണ്. നമുക്കറിയാം 2005 കാലഘട്ടങ്ങൾക്ക് ശേഷം കുട്ടികൾ പുസ്തകത്തിൽ നിന്ന് കേട്ട് പഠിക്കുന്നതിനെക്കാട്ടി ഉപരി പ്രോജക്ടറും സ്ക്രീനും വെച്ച് കണ്ടുപഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു മാറ്റത്തിലേക്ക് വരികയായിരുന്നു 2005 ശേഷം. പക്ഷേ അതും അപ്ഡേഷനായി ഇന്ന് ഒരു തിയേറ്ററിനുള്ളിൽ കണ്ടുപഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടുപഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് കരുനാഗപ്പള്ളി ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ തിയേറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഈ തിയേറ്റർ നിർമ്മിച്ചു നൽകിയത് ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ എന്ന പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവായ മധുസൂദനൻ്റെ സ്മരണാർത്ഥമാണ് ഈ തിയേറ്റർ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത്. ഈ തിയേറ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. സിനിമകൾ കാണാൻ നിരവധി തവണ തിയേറ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഷൺമുഖവിലാസം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിർമ്മിച്ച 3D എഡ്യൂക്കേഷൻ തിയേറ്റർ ഒരു അത്ഭുതം തന്നെയാണ്. പാഠപുസ്തകങ്ങൾ വായിച്ചും കേട്ടും പഠിച്ച വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളിലെ ഓരോ കാര്യങ്ങളും അത്യാധുനിക വിഷ്വൽ രൂപത്തിലാണ് തിയേറ്ററിൽ പ്രദർശിപ്പിച്ച് പഠിപ്പിക്കുന്നത്. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ക്ലാസ്സിനേക്കാൾ ഉപരിയായി നമുക്ക് ഈ എഡ്യൂക്കേഷൻ 3D തിയേറ്ററിലൂടെ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ അതിൻ്റെ അകത്തിൻ്റെ സ്ട്രക്ചറാണ് സ്ക്രീനിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Present within the rib cage are the pleural membranes which enclose the lungs. The right lung is divided into 3 lobes. The right superior left lung is smaller and has only 2 lobes. The left superior and the left inferior lobe. Both the lungs are associated externally with small tubular bronchi which unite and ഹൃദയത്തിന്റെ ഇടുപ്പും ഭൂമിയുടെ തുടുപ്പും കൺമുന്നിൽ തെളിയുമ്പോൾ സിനിമ ഹൃദയത്തിൽ പതിയുന്നത് പോലെ പാഠപുസ്തകവും ഹൃദയത്തിൽ പതിയുമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. വായിക്കുന്നതിലുപരി കണ്ട് മനസ്സിലാക്കി അത് ഒരുപാട് നമുക്ക് ഓർത്തിരിക്കാൻ ഭയങ്കര ബെനിഫിഷ്യലാണ്. വായിച്ചറിയുന്നതിനേക്കാളും ടീച്ചർമാരിപ്പോൾ നമുക്ക് എടുത്തു തരുന്നതിനേക്കാളും കുറച്ചുകൂടെ കണ്ട് മനസ്സിലാക്കുന്നത് അത് വേറൊരു ലെവലാണ്. ചാപ്റ്റേഴ്സൊക്കെ ഇതുപോലെ വീഡിയോസ് ആയിട്ട് കാണാം. അപ്പോൾ ഒരുപാട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നല്ല എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഐഡിയ എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബ്രീത്തിങ്ങിനെ പറ്റിയൊക്കെ ഈ വിഷ്വലായിട്ട് കാണുമ്പോൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനും അത് എങ്ങനെയാണ് പ്രവർത്തനമെന്നും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിൽ ഇതുപോലൊരു 3D തിയേറ്റർ വന്നതിൽ. ഇപ്പം നമുക്ക് ടീച്ചേഴ്സ് പറയുന്നത് കേട്ട് പഠിക്കുന്നതിനേക്കാളും വിഷ്വലൈസ് ചെയ്ത് ഇതുപോലെ കാണുമ്പോൾ കണ്ടു പഠിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി മെമ്മറിയിൽ നിൽക്കുന്നത്. പ്രൊജക്ടറിൻ്റെയും സ്ക്രീനിൻ്റെയും സഹായത്താൽ പഠിപ്പിക്കുന്നതിൽ പരിമിതികൾ ഏറെയായിരുന്നു. എന്നാൽ 3D എഡ്യൂക്കേഷൻ തിയേറ്റർ വന്നതോടുകൂടി പഠന നിലവാരം ഉയർത്താൻ സാധിക്കുമെന്നാണ് സ്കൂളിലെ അധ്യാപകർ പറയുന്നത്. കുട്ടികളെ നമുക്ക് ഈ 3D എഡ്യൂക്കേഷൻ തിയേറ്ററിൽ കൊണ്ടുവരുന്നത് വഴി അവർക്ക് ദൃശ്യം അവരുടെ മുന്നിലേക്ക് വരികയും അത് ഞങ്ങളുടെ വാമൊഴിയായി പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ പതിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് അത് ദൃശ്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് വരികയും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പം കുട്ടികൾക്ക് ഇത് വളരെ നല്ല പ്രയോജനമായിട്ടാണ് എനിക്ക് അത് അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്ത് രണ്ടാമതായി 3D എഡ്യൂക്കേഷൻ തിയേറ്ററുള്ള സ്കൂളായി മാറിയിരിക്കുകയാണ് ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ തൻ്റെ പിതാവായ മധുസൂദനൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചു നൽകിയതാണ് ഈ തിയേറ്റർ. 3D എഡ്യൂക്കേഷണൽ തിയേറ്റർ കൂടി വന്നതോടെ സ്കൂളിൻ്റെ നിലവാരം ഒന്നുകൂടി ഉയർന്നതായി സ്കൂൾ മാനേജർ ജയചന്ദ്രൻ പറഞ്ഞു. 3D എഡ്യൂക്കേഷൻ തിയേറ്റർ എന്നുള്ളത് വയനാട്ടിലെ അട്ടപ്പാടി ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ സ്കൂളിൽ മാത്രമാണുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിനോദത്തിലൂടെ വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തിയേറ്റർ ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ കുട്ടികൾ പാഠപുസ്തകത്തിൽ നിന്നും വായിച്ചറിഞ്ഞ അറിവുകളും അധ്യാപകർ പറഞ്ഞു കൊടുത്തുള്ള അറിവുകളുമാണ് അവരുടെ പഠനത്തെ ബാധിച്ചിരുന്നെങ്കിൽ അതിന് തികച്ചും വ്യത്യസ്തമായി സിനിമ കാണുന്നതോട്ട് ഈ പഠന വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധയപ്പെടുകയും പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുട്ടി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കഥാപാത്രങ്ങളെയും അതിൻ്റെ ഡയലോഗുകളും അതിൻ്റെ പാട്ടുകളെല്ലാം അവരുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന വിഷയങ്ങൾ
അവരുടെ മൈൻഡ് നിലനിർത്തുക, പരീക്ഷാ സമയത്ത് പോലും ആ ഒരു ചിന്ത ഉണ്ടാവുകയും ഒരു പഠനത്തെ സുഖകരമായി ബാധിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ക്ലാപ്പനയിലെ എല്ലാവരും, ഈ നാട്ടുകാരും ഇവിടുത്തെ മാനേജ്മെൻറ്റും അധ്യാപകരും ഇവിടുത്തെ കുട്ടികളെല്ലാം തന്നെ വളരെ സന്തോഷത്തിലാണ്. കാരണം ഇതൊരു അപൂർവ നിമിഷമാണ്. ഈ തിയേറ്റർ ഇവിടെ സ്ഥാപിച്ചത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ സ്കൂളിൻ്റെ അഭികാംക്ഷിയുമായ കൊക്കാട്ട് ഡോക്ടർ സുരേഷ് കുമാർ മൗസൂദൻ അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മൗസൂദനൻ അവരുടെ സ്മരണയ്ക്കായി അദ്ദേഹം സ്കൂളിലൂടെ ഈ തിയേറ്റർ ഇവിടെ സ്ഥാപിച്ചു വന്നിരിക്കുകയാണ്. 2500ഓളം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ സ്കൂളിൻ്റെ ഉത്ഭവവും ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തിയ ഒന്നാണ്. 1918 ശ്രീനാരായണ ഗുരു ഭജനമിരുന്ന സ്ഥലമാണിത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഷൺമുഖവിലാസം സ്കൂള് ആരംഭിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫാദർസ്റ്റോൺ അനുകൃതമായ സ്കൂളിൽ ഗുരുദേവൻ്റെ നിർദ്ദേശപ്രകാരം 1918 സ്കൂൾ തുടങ്ങിയത്. അതിനുശേഷം ഈ സ്കൂള് അറിയപ്പെടുന്നത് മറ്റൊരു ചരിത്ര വിഷയത്തിലൂടെയാണ്. കാരണം ഓപ്പൺ പോർട്രേറ്റ് ഗാലറിയുള്ള ഏഷ്യയിലെ ഏക സ്കൂളാണ് ക്ലാപ്പന ഷൺമുഖവിലാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അന്നത്തെ HM ആയിരുന്ന പ്രഭാകരൻ സാറിൻ്റെ ദീർഘദൃഷ്ടിയുള്ള പ്രവർത്തന ഫലമായി പോർട്രേറ്റ് ഗാലറി സ്ഥാപിക്കുകയും സാറിന് ദേശീയ അവാർഡ് നേടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്കൂൾ അറിയപ്പെടുന്ന മറ്റൊരു ചരിത്ര വിഷയത്തെ കൂടി ശ്രദ്ധപ്പെടുത്തിക്കൊണ്ടാണ്. 106 വർഷങ്ങൾ പിന്നിടുമ്പോൾ വ്യത്യസ്തതകളുടെ പടവുകൾ ചവിട്ടി ചരിത്രത്താളിൽ ഇടം നേടുകയാണ് ഈ സ്കൂള്. പാഠപുസ്തകങ്ങളിലെ ഭാഗങ്ങൾ കേട്ടുപഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും കണ്ടും കേട്ടും പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ എഡ്യൂക്കേഷണൽ 3D തിയേറ്ററാണ് നമ്മുടെ ക്ലാപ്പന ഷൺമുഖവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങിയിരിക്കുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും വരും തലമുറയ്ക്ക് ഇതിലേറെ കാര്യങ്ങൾ ചെയ്യാൻ ഈ സ്കൂളിനും ഈ സ്കൂളിൻ്റെ അധികൃതർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.